മദ്രസയിലേക്ക് ഇങ്ങനെ വിട്ട് വന്നപ്പോൾ എൻ്റെ പഴയ കാലങ്ങളിൽ, കുട്ടിക്കാലങ്ങളിൽ അല്ലെങ്കിൽ പ്രവാസങ്ങളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഹൊറർ ഫീൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ തനിയെ വരാൻ പേടിയുള്ളവർക്കൊക്കെ പേടിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. ഈ ചുറ്റുവട്ടത്ത് കണ്ടില്ലേ, അങ്ങൊരു ദൂരെ വരെ, കണ്ണെത്തും ദൂരെ വരെ ഒന്നും ഒരു സംഭവങ്ങളും ഇല്ല, ഒരു വീടോ ആളോ കാര്യങ്ങളോ ഒന്നുമില്ല. തനിയെ ഇങ്ങോട്ട് വരാൻ പേടിയുള്ളവർക്ക് ഹൊറർ ഫീലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ഒരു ഒറ്റപ്പെട്ടൊരു ചെറിയ വീടുണ്ട്, ഇതിൽ ആൾ താമസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഡിഷിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഈ ഒരു മാവ്, അതുപോലെ അവിടെ ഒരു ഉങ്ങ്, പിന്നെ കുറേ തെങ്ങിൻ തോപ്പ്, കശുമാവിൻ്റെ മരമാണിത്. അതിൻ്റെ അപ്പുറത്ത് മാവുണ്ട്. പുളിമരം, പുളി നല്ലോണം കായ്ച്ച് നിൽക്കുന്നുണ്ട് പുളിമരത്തിൽ കേട്ടോ. ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തോ, വൈബ് ടുഗദറിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തോളൂ. മണ്ടരി പിടിച്ച് ഇടിമിന്നലേറ്റ കുറേ തെങ്ങുകളുണ്ട്. ഗോസ്റ്റ് സ്റ്റോറി ഇഷ്ടമാണ്. എനിക്ക് ഗോസ്റ്റ് സ്റ്റോറി ആയിട്ടൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. ഇവ അടിപൊളി ഒരു പൊന്മാൻ ഇരിക്കുന്നുണ്ട് അവിടെ, മൈന പറന്ന് പോകുന്നുണ്ട്. ഗോസ്റ്റ് സ്റ്റോറി പറയാനൊന്നുമില്ല. ആർക്കാ ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ജോയിൻ ചെയ്തോളൂ കേട്ടോ. ടുഗദർ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഞാൻ നമ്മുടെ പോസ്റ്റിൽ. പുളി പൂത്ത് നിൽക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? കായ്ച്ച് നിൽക്കുന്നത് ക്ലിയർ ഉണ്ടോ? പുളി കായ്ച്ച് ഇങ്ങനെ നിറയെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുളി കിട്ടും. ANG വെൽക്കം ANG. എന്താണ് വിശേഷം? ANGയുടെ പേരെന്തായിരുന്നു? നല്ല പ്ലേസ്, താങ്ക് യു. ഇത് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഒരു 5 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഒരു പൊന്മാനും പറന്നു പോയി എന്നെ കണ്ടപ്പോൾ. എന്തുകൊണ്ട് എല്ലാവരും എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറന്നു പോകുന്നു? എൻ്റെ ശബ്ദത്തിൻ്റെ ആണോ, എൻ്റെ രൂപത്തിൻ്റെ ആണോ? എല്ലാമുണ്ട്, അതെ, എല്ലാം ഉണ്ട് ഇവിടെ. ഇങ്ങനെ എല്ലാം ഉണ്ട്. ഈ പ്രകൃതിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരുപാടുണ്ട്. അങ്ങ് അപ്പുറത്തെ അറ്റത്ത് ദൂരത്തെ ഒരു വീടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം ദൂരം ഇങ്ങോട്ട് നടന്നു. അവിടെ വല വീശുന്ന ചേട്ടന്മാരുണ്ട്. ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ചന്ദ്രമതിയമ്മ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ പേരെന്താണെന്നറിയോ? ഇതും അതുപോലെ എന്തോ ഒരു സാധനമാണ്. ഞാൻ ചാവക്കാട്, ഗുരുവായൂർ കേട്ടോ, തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഗുരുവായൂർ, പാവറട്ടി, പാലുവായി എന്ന് പറയും. ഇത് പക്ഷേ തൈക്കാടാണ്. പാവറട്ടിയിൽ നിന്ന് ചിറ്റാട്ടുകര വഴിയിലൂടെ വന്ന് തൈക്കാടേക്ക് വരുന്ന വഴിയിലൂടെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിപ്പോൾ എത്ര മണി? 5:40, 6:10 വരെ ഞാനിവിടെ ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞാൽ പിള്ളേരെ വിളിക്കാൻ പോകണം. വേറൊരു സംഭവം കാണാം. നമുക്ക് നമ്മുടെ കാഴ്ചയ്ക്ക് ഇമ്പം നൽകുന്ന വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതിലൊരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും മനസ്സിലായ? വൈബിന് ലൈവ് പറ്റില്ല എന്നാണ്. അതെന്താ പറ്റാത്ത? ഇതിൽ ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അത് കാണാൻ പറ്റുന്നുണ്ടോ? വിസിബിളാണോ? എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളിതിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ ഞാനതിനെ കാണിച്ചു തരാം. 8 കാലി. ഓക്കെ, ഞാനതിനെ ഒന്ന് എന്തായാലും പറഞ്ഞ് നിലയ്ക്ക് ചന്ദ്രമതിയമ്മക്ക് അതിനെ കുറേയും കൂടെ സൂം ചെയ്തിട്ട് കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? പെർഫെക്റ്റായിട്ട് കാണുന്നുണ്ടോ? ഇതാണ് സംഭവം. ഇനി സൂം ചെയ്താൽ ചിലപ്പോൾ സൂം ഔട്ടായി പോകുമെന്നറിയില്ല. ഇതാണ് സംഭവം. അത് ഒരു എരേനെ പിടിച്ചിട്ടുണ്ട്. ശരിക്കും അത് ഒരു എരനെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഉണ്ടല്ലേ? അത് ഒരു ഈച്ചേനെയാന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ കൂട് പൊട്ടിക്കുന്നില്ല. അതിവിടെ ഒരു ഇത് എന്തോ അതിന് പിടിച്ചിട്ട് അത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് കംപ്ലീറ്റ് ഇങ്ങനെ അതിൻ്റെ നൂല് കൊണ്ട് മൂടി കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു എരേനെ പിടിച്ച് വെച്ചിട്ട്